കുട്ടികളെ അവിടെ സമരത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും കുറ്റവാളിയെന്ന് കണ്ടെത്താൻ കിട്ടിയ തെളിവുകളും നിയമ വിദ്യാർത്ഥികൾ ചോദിക്കും. അത് കേട്ട് നടുങ്ങാൻ പോകുന്നത് അറസ്റ്റ് ചെയ്ത പോലീസുകാർ മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ കസേര കൂടിയാ. തെളിവുകൾ കിട്ടണമെങ്കിൽ ചോദ്യം ചെയ്യണം. അതിന്റെ പ്രോസസ്സാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്രൂരമായി ചോദ്യം ചെയ്യുന്നത് എവിടുത്തെ ന്യായമാ സാറേ? നിങ്ങളെല്ലാവരും കൂടി അടിച്ചും തുഴിച്ചും ചെയ്യാത്ത തെറ്റുകളെല്ലാം അവളെ കൊണ്ട് സമ്മതിപ്പിക്കുമായിരിക്കും. അങ്ങനെ തെളിവുണ്ടാക്കി കേസ് തെളിയിക്കുന്നതിലും ഭേദം ഈ പണിയൊക്കെ രാജിവെച്ച് വല്ല ഗുണ്ടാപ്പണിക്ക് പോയിക്കൂടെ സാറേ? എടോ കോപ്പേ, താനൊരു അധ്യാപകനാണെന്ന് കരുതിയ തന്നോട് ഞാൻ മാന്യമായി സംസാരിച്ചത്. പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിയാമെന്ന് എന്റെ ഭാവം മാറും. ഇത് നിങ്ങളുടെ കോളേജല്ല, എന്റെ സ്റ്റേഷനാ. ഇവിടെ നിങ്ങൾ പറയുന്നതല്ല, ഞാൻ പറയുന്നതാ ന്യായം, ഞാൻ പറയുന്നതാ നിയമം. അതൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ പോയി പറഞ്ഞാൽ മതി സാറേ. ഞാനൊരു വക്കീലാ. ഒരു വക്കീലിനെ നിയമം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ കോടതിയിൽ ധരിക്കുന്ന കറുപ്പിനോളം വിലയില്ല നിങ്ങളുടെ ഈ കാക്കിക്ക്. അതുകൊണ്ട് വലിയ അഭ്യാസങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട. ഓ, ഡ്യൂട്ടി സമയത്ത് ഭീഷണിപ്പെടുത്താൻ വന്നതാണോ? എന്റെ സ്റ്റേഷനിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ വക്കീലോ ജഡ്ജിയാണെന്നൊന്നും ഞാൻ നോക്കിയല്ല, അകത്തെടുത്തിട്ട് ചവിട്ടും ഞാൻ. ഇപ്പോ അകത്ത് കിടക്കുന്ന കല്യാണിയോട് കാണിക്കുന്നത് പോലെയുള്ള മൂന്നാം മുറിയായിരിക്കും സാർ ഉദ്ദേശിച്ചത് അല്ലേ? അതൊക്കെ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഉപയോഗിച്ചതാ. ഇന്നേ ആ കാടൻ ശിക്ഷാ നടപടികളൊക്കെ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം. എടാ കൊച്ചനെ, നിനക്ക് മൂന്നാം മുറ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? പുറത്തൊരടയാളം പോലും കാണാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പ്രതിയുടെ ആന്തരികാവയവങ്ങൾ പോലും ഞങ്ങൾ ഇടിച്ചു പൊളിക്കും. അതുകൊണ്ട് വെറുതെ വേഷം കെട്ടാൻ നിൽക്കണ്ട. അത്യാവശ്യം കുറച്ച് കാശും പണവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള വീട്ടില് ഞാൻ ജനിച്ചത്. അതിൻ്റെതായ ആണത്വം ഉണ്ടെന്നും കരുതിക്കോ. എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. സാറിന്റെ ആ മൂന്നാം മുറയെക്കുറിച്ച് എനിക്കും കുറച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിനൊരു കാരണം വേണ്ടേ? ഞാനിപ്പോ സാറിന്റെ കരണക്കുറ്റി പൊളിയാൻ പാകത്തിന് ഒന്നങ്ങ് തന്നാലോ? അപ്പോ സാറിന് എന്നെ ധൈര്യമായിട്ട് അറസ്റ്റ് ചെയ്യാലോ? തനിക്ക് എന്താടോ വട്ടുണ്ടോ? ഒരു വക്കീല് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ താൻ സംസാരിക്കുന്നത്. ഒരു ഗുണ്ടയുടെ ഭാഷയാ തന്റേത്. സാർ ഒരു ഗുണ്ടയുടെ ഭാഷയിൽ എന്നോട് സംസാരിച്ചതുകൊണ്ടാ അതേ ഭാഷ തന്നെ ഞാൻ തിരിച്ചു ഉപയോഗിച്ചത്. സാറേ, ഈ ആണത്തെന്ന് പറയുന്നതേ സാറിന്റെ മാത്രം തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ. ആ ശരി, ഓരോരുത്തര് കഥകളറിയാൻ വിളിക്കുക. എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞു ഞാൻ മടുത്തു. ഇത് ചെയ്തത് ചിന്നു അല്ലെന്ന് എനിക്ക് നിനക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്തോ ഒരു പകയുടെ പേരില് എല്ലാവരും കൂടെ ചേർന്ന പാവത്തിനെ വേട്ടയാടുകയാണ്. നീ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കണമെങ്കിൽ നിന്നെ ചതിച്ച യഥാർത്ഥ ആളെ വേണം ശിക്ഷിക്കേണ്ടത്. അല്ലാതെ ഇതിലൊന്നും പെടാത്ത പാവം പെണ്ണിന്റെ ജീവിതം തകർക്കുകയല്ല വേണ്ടത്. ആദ്യം നിനക്കൊന്നും ഇല്ലെന്ന് വിശ്വസിക്കാൻ നീ മനസ്സുകൊണ്ട് തയ്യാറാവണം. ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ രമാദേവി തന്നെയാ. എന്റെ നിശബ്ദത കീഴടങ്ങലല്ല, നിരീക്ഷണോ. എന്റെ മരണം ഒരാഘോഷമാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ചിന്നുവിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ദക്ഷയുടെ അച്ഛൻ ആ ദയശങ്കറല്ലേ, ആ ആഭ്യന്തരമന്ത്രി വിളിച്ച് ഞാൻ സംസാരിക്കാൻ പോവുക. ചിന്നുവിന് വേണ്ടിയല്ല, ചിന്നു കാരണം അയാളുടെ മന്ത്രിസ്ഥാനം തെറിക്കാതിരിക്കാൻ.
എനിക്ക് മനസ്സിലായില്ല. ചിന്നുവിനെ അറസ്റ്റ് ചെയ്തത് ലോ കോളേജിനകത്ത് കയറിയ, അതും കുറ്റം ചെയ്തുവെന്ന് യാതൊരു തെളിവുമില്ലാതെ. നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അനുവാദം കൂടാതെ കോളേജ് ക്യാമ്പസിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്താൽ അത് വലിയ പ്രക്ഷോഭമാകും. കുട്ടികളെ അവിടെ സമരത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും കുറ്റവാളിയെന്ന് കണ്ടെത്താൻ കിട്ടിയ തെളിവുകളും നിയമ വിദ്യാർത്ഥികൾ ചോദിക്കും. അത് കേട്ട് നടുങ്ങാൻ പോകുന്നത് അറസ്റ്റ് ചെയ്ത പോലീസുകാർ മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ കസേര കൂടിയാ. അശരണയായ ഒരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പ്രമുഖ ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകൾ പരന്നാൽ പിന്നെ നിയമസഭയിൽ ഉയരുന്നത് കൊടുങ്കാറ്റായിരിക്കും. അതിന്റെ ഉത്തരം പറയാൻ ആഭ്യന്തരമന്ത്രി മുട്ടുകാലിൽ എഴേണ്ടി വരും. ഫലത്തിൽ മഹിയുടെ കല്യാണ സമയത്ത് ദക്ഷയുടെ അച്ഛൻ കേരളത്തിലെ 140 MLA-മാരിൽ ഒരാൾ മാത്രമായിരിക്കും. അത് വേണോ? ഈ ഭീഷണി കേട്ടാൽ അദ്ദേഹം ചിരിക്കും. ആദ്യം ചിരിക്കും, പിന്നീട് ചിന്തിക്കും. ദക്ഷയുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ജയരാമൻ പറഞ്ഞാൽ മതിയാവില്ല. രമാദേവി തന്നെ പറയേണ്ടി വരും. മാഹിയുടെ കല്യാണത്തിന് അവന്റെ ഭാര്യയുടെ അച്ഛൻ ഹോം മിനിസ്റ്റർ തന്നെ ആയിരിക്കണം, അല്ലാതെ MLA മാത്രമാവാൻ പാടില്ല. അദ്ദേഹത്തെ അതിന് ഞാൻ തന്നെ വിളിക്കാം. ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ആ പെണ്ണിനെ വെറുതെ വിടുന്ന കാര്യമാണെങ്കിൽ അത് നടക്കില്ല. എങ്കിൽ സാറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുത്തനെ സാറിന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ സാറിന്റെ ക്യാബിനിൽ കയറി നിൽപ്പുണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറ. പിന്നെ പറയുമ്പോ ജയരാമന്റെയും രമാദേവിയുടെയും മകൻ മഹി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞേക്കണം. എന്നോട് തർക്കിച്ച് അലമുണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും മന്ത്രിയെയോ അദ്ദേഹത്തിന്റെ PAയെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നതേ സാറിന് ഗുണം ചെയ്യും. ഇല്ലെങ്കിലേ പിന്നെ കല്യാണയുടെ കാര്യത്തില് സാറ് കാണിക്കുന്ന അതേ മനോഭാവം തന്നെയായിരിക്കും എന്റേതും. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സാറിനാ എടുത്തോ. ഹലോ സർ. സർ ഓക്കെ സർ. ശരി സർ, ചെയ്തേക്കാം സർ. സർ സർ സോറി.